ടൗൺ ടോപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഒരു മേളയാണ്, ഈത്തപ്പഴമേള. കാസർഗോഡ് ജില്ലയിൽ നിങ്ങൾക്ക് വേണ്ടി ഈത്തപ്പഴമേള ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ നമ്മളോട് വീമ്പ് പറയാറുണ്ട്. നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ ജ്യൂസ് കഴിക്കാറുണ്ട്, ഈത്തപ്പഴത്തിൻ്റെ കേക്ക് കഴിക്കാറുണ്ട്, ഈത്തപ്പഴത്തിൻ്റെ ഹലുവ കഴിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു അവർക്കൊരു ചുട്ട മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മുന്നിൽ ഒരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്. ആ ഓപ്ഷനിലോട്ടാണ് നമ്മൾ ഇന്ന് കടക്കാൻ വേണ്ടി പോകുന്നത്. ടൗൺ ടോപ്പിന്റെ പുതിയ എപ്പിസോഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഈത്തപ്പഴം മേള. കാണാം നമുക്ക്. ഈത്തപ്പഴം മേള എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എവിടെയൊക്കെയോ പോകും. പക്ഷെ അങ്ങനെയുള്ള ഒരു മേളയല്ല, മറിച്ച് ലോകത്തെമ്പാടുമുള്ള എല്ലാ തരത്തിലുള്ള ഈത്തപ്പഴങ്ങളുടെ ഒരു വലിയ ശേഖരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 6 വർഷത്തോളമായി കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ മാത്രമായി നടന്നിരുന്ന ഈത്തപ്പഴമേള ഇന്ന് നമ്മുടെ കാസർഗോഡ് ജില്ലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. 7ാമത് ഈത്തപ്പഴമേളയിൽ കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾക്കപ്പുറം കാസർഗോഡ് ജില്ലയും ഈ മേളയ്ക്ക് ഭാഗമായിരിക്കുകയാണ്. മാർക്കറ്റിൽ 800 രൂപ മുതൽ 6000 രൂപ വില വരുന്ന ഈത്തപ്പഴങ്ങൾ ഈ മേളയിൽ ലഭ്യമാണ്. വിവിധ ഇനം രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഓരോ ഈത്തപ്പഴങ്ങളും. ഈത്തപ്പഴങ്ങളിൽ എടുത്തു പറയേണ്ട 2 ഇനങ്ങളുണ്ട്. മദീനയിൽ നിന്നുള്ള അൽ അജ്വയും ജോർദാനിൽ നിന്നുള്ള മെഡ്ജോളുമാണ് എടുത്തു പറയേണ്ട 2 ഇനങ്ങൾ. നമ്മളിപ്പോൾ ഈത്തപ്പഴമേളയിലെ കുറച്ച് പ്രത്യേകമായിട്ടുള്ള കുറച്ച് ഇനങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു ഇനമാണ് മദീനയിലുള്ള വിശുദ്ധ അൽ അജ്വ എന്ന ഈത്തപ്പഴം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഏറ്റവും ഔഷധ ഗുണങ്ങളുള്ള അൽ അജ്വ എന്ന ഈത്തപ്പഴം. ഏറ്റവും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരിനം തന്നെയാണ്. നമുക്ക് കഴിച്ചു നോക്കാം. ഇനി നമ്മൾ പരിചയപ്പെടേണ്ട പ്രത്യേക ഇനം ഒരു ഈത്തപ്പഴമുണ്ട്. ഈത്തപ്പഴങ്ങളുടെ സുൽത്താൻ, രാജാവ് എന്നറിയപ്പെടുന്ന ജോർദാനിൽ നിന്നുള്ള മെഡ്ജോൾ. എന്തായാലും നമുക്കതിൻ്റെ വിശേഷങ്ങൾ അറിയാം. ഈത്തപ്പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മെഡ്ജോൾ നമുക്ക് കഴിച്ചു പോകാം. എനിക്ക് തോന്നുന്നത് അജ്വയുമായി താരതമ്യം ചെയ്താൽ തന്നെ ഇതിന് ഒരു സ്മൂത്ത് സ്വഭാവമാണ്. അതായത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഈത്തപ്പഴം തന്നെയാണ്. ഇതാണ് ഈത്തപ്പഴങ്ങളിൽ എടുത്തു പറയേണ്ട കുറച്ചു ഇനങ്ങൾ. ഇനി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഈത്തപ്പഴങ്ങളിലുള്ള കുറച്ച് കിഡിലൻ വിഭവങ്ങളാണ്. അതിൽ ഹലുവയുണ്ട്, കേക്കുണ്ട്, അച്ചാറുണ്ട്, അങ്ങനെ എക്സെട്ര ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ടൗൺ ടോപ്പിന്റെ പുതിയ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു ഈത്തപ്പഴത്തിന്റെ കിഡിലനായിട്ടുള്ള വിഭവങ്ങൾ. ഇനി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഈത്തപ്പഴ ഹലുവയാണ്. കഴിച്ചു നോക്കാം നമുക്ക്. സാധാരണ ഹലുവയെ പോലെയുള്ള അതേ ഒരു സംഭവം തന്നെയാണ്. ടേസ്റ്റിൽ ഡിഫറൻറ്റ് ഉണ്ടാവും. ടേസ്റ്റിലായിരിക്കും മൈദയില്ല, അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന്. പിന്നെ ഹണി ആഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഹണി ഡേറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. കഴിച്ചു നോക്കാം നമുക്ക്. ഇനി ഇതിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇനമാണ് ഡേറ്റ്സ് ക്രഞ്ച് എന്ന് പറയുന്ന ഒരു വിഭവം. അത് നമ്മൾ എന്തായാലും കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയാം. എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നോക്കാം നമുക്ക്. ഒരു മിനിറ്റ്.
കോക്കനട്ട് പൗഡർ, ഡേറ്റ്സ്, കോക്കനട്ട് പൗഡർ, പിന്നെ കാഷ്യൂ നട്ട്സ്. ഈ 3 സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് ഡേറ്റ്സ് ക്രഞ്ച് എന്നുള്ളത്. ഒരു രക്ഷയുമില്ല. ഈത്തപ്പഴ അച്ചാറാണ്. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത് അത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു മൂഡാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരുപാട് വിഭവങ്ങളെ പരിചയപ്പെട്ടു. അതിലെടുത്തു പറയേണ്ട ഒരു വിഭവം തന്നെയാണ് ഈത്തപ്പഴ സ്റ്റോൺ ഐസ്ക്രീം. ജില്ലയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വിഭവം കടന്നു വരുന്നുള്ളത്. അത് D14 കഫേയിലൂടെയാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നുള്ളത്. അത് കഴിച്ചു നോക്കിയിട്ട് നമുക്കതിൻ്റെ ടേസ്റ്റ് പറയാം. ഒരു ഡേറ്റ്സ് ഐസ്ക്രീമുമായി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള, നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഒരു കാസർഗോഡ് ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യമായതുകൊണ്ട് ഒരു വ്യത്യസ്ത ടേസ്റ്റ് ഇതിൽ ഫീൽ ആവുന്നുണ്ട്. എന്തായാലും കഴിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ടൗൺ ടോപ്പിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിന്ന് പരിചയപ്പെട്ടത് വ്യത്യസ്ത ഇനം ഈത്തപ്പഴങ്ങളെയാണ്. ഈത്തപ്പഴമേള നടക്കുന്നുള്ളത് കാസർഗോഡ് മുരളി മുകുന്ദിലെ കഫേ D14 എന്തായാലും ഇവിടെ വരിക. ഒരു വ്യത്യസ്ത ഫീലായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളത്. ഈ മാസം 23 വരെയാണ് ഈത്തപ്പഴമേള ഇവിടെ നടക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ മുരളി മുകുന്ദിലെ കഫേ D14 ഈത്തപ്പഴമേള ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ വരിക. ഒരു വ്യത്യസ്ത ഫീലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളത്. ടൗൺ ടോപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനിയും പുതിയ എപ്പിസോഡുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. നന്ദി, നമസ്കാരം.